ഹായ് ഡിയേഴ്സ്, റമളാൻ കരീം. എല്ലാവരും നോമ്പൊക്കെ പിടിച്ചിട്ട് ഉഷാറായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ കിച്ചണിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവരും തന്നെ പത്തിരിയും ബീഫൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറക്കുക. ഇനി അങ്ങോട്ടുള്ള നോമ്പുകളെല്ലാം സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ അങ്ങനെ തന്നെയാണ് ദുആ ചെയ്യാറ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുറച്ച് പരിപാടികളിലേക്ക് കിടക്കാം. ശരിക്കും നോമ്പ് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഭയങ്കര വലിയൊരു ഹെൽപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്നവർക്ക്, അല്ലെങ്കിൽ ഒരുപാട് തിരക്കുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ചിലപ്പം ചിലർക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ തോന്നിയേക്കാം, ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്, ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ. പക്ഷേ ആ നിസ്സാര കാര്യം നമ്മൾ പെട്ടെന്നാണ് നമുക്ക് ഒരാവശ്യം വരുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രക്ക് ഉപകാരം ഉണ്ട് എന്നുള്ളത് അതങ്ങനെ നടക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓരോ മനുഷ്യർക്കും ഓരോരോ സാഹചര്യങ്ങളായിരിക്കും. ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും ജീവിക്കുക. ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിനും നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യേ ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ. പക്ഷെ അവരവരുടെ സാഹചര്യങ്ങളും അവരവരുടെ വിഷമങ്ങളും അവരവരുടെ വേദനകളും അവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു വെറും കഥ അല്ലെങ്കിൽ ഒരു കാര്യം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അവരാവണം, അല്ലെങ്കിൽ നമുക്ക് അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരണം. പക്ഷെ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ ചിന്തിക്കുക. ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമാണ്, ജീവിത രീതി വ്യത്യസ്തമാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നതാണ്. എല്ലാവർക്കും എല്ലാം നന്നായി ചെയ്യാനും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ തന്നെ ആയിരിക്കും ആഗ്രഹം. ആർക്കും അങ്ങനെ മോശമായിട്ട് പോകണം എന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ ആർക്കും ആഗ്രഹം ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവുകയാണല്ലേ. കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോഴത്തെ സമയത്ത് എന്ത് പറയണം, എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രെഡും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സ്ക്വാഷ് പോലെ ഗ്രേപ്പ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ മുന്തിരി മുന്തിരി വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് കുറഞ്ഞ വെള്ളത്തിൽ ഞാൻ നന്നായി ഒന്ന് തിളപ്പിച്ചു. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കുറഞ്ഞ വെള്ളത്തിൽ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളം ആകുമ്പോഴത്തേക്കിനും കുറുകി കിട്ടാൻ ഒരുപാട് നേരം എടുക്കും. കുറഞ്ഞ വെള്ളത്തിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു സോഡയോ അല്ലെങ്കിൽ വെറുതെ തണുത്ത വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് കുടിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുറച്ച് കസ്കസും കൂടി ഇട്ടുകയാണെങ്കിൽ അടിപൊളി ഒരു ജ്യൂസാക്കി നമുക്ക് എടുക്കാം. ഇതുപോലെ നല്ല കുറുകിയ സ്ക്വാഷായിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ പൈനാപ്പിൾ കൊണ്ടും മാങ്ങ കൊണ്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഗ്രേപ്പും എല്ലാം കൊണ്ടും നമുക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ മല്ലിയിലും പുതിനയിലൊക്കെ ഇതുപോലെ പേപ്പറിൽ നമുക്ക് സൂക്ഷിച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ. നമ്മൾ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം പേപ്പർ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം അതിങ്ങനെ നന്നായിരിക്കും. ഇനി കുറച്ച് ക്യാരറ്റ് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചാലും മതിയാവും. എന്നിട്ട് നമുക്കിതങ്ങ് വെക്കാം. പെട്ടെന്നൊരു ജ്യൂസോ കാര്യങ്ങളോ എടുക്കണമെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് കുറച്ച് പാലും കൂടി എടുത്ത് ജ്യൂസ് അടിച്ച് വെച്ചാൽ മതി. ഇനി കുറച്ച് ഷുഗർ സിറപ്പാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. ഏകദേശം 3 കപ്പോളം ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ട് ആറിയതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. നാരങ്ങ വെള്ളത്തിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി കുറച്ച് ഡേറ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നല്ല ഡേറ്റ്സും ഉണ്ട്, അതായത് നല്ല വിലയുള്ള ഡേറ്റ്സും ഉണ്ട്, കുറഞ്ഞ ഡേറ്റ്സും ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് നല്ലതായിരിക്കും അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഷുഗർ സിറപ്പ് എടുത്ത് അതേ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്കും ഒരു സ്പൂണല്ല 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ടും ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. നമുക്കിത് ഷുഗറിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് ജ്യൂസിലേക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് വെക്കുന്നത്. അന്നേരം നമ്മൾ ഈ വെള്ളത്തിലിട്ട് എടുക്കുമ്പോഴത്തേക്കിനും ഈത്തപ്പഴം അടിയാനും അതുപോലെ അരിച്ചെടുക്കാനൊക്കെ പാടാണ്. അടിയാതെയൊക്കെ കിടക്കും കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്തിട്ടില്ലെങ്കിൽ അതും ഒരു പാടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നല്ല ഉപകാരമാണ്. ഇങ്ങനെ അടിച്ചെടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ആ ഒരു വേവിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേശ്ശെ ആയിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. എല്ലാം അമൃതമായാൽ അത്
അധികമായാലും അമൃതവും വിഷം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ച് കുറച്ച് യൂസ് ചെയ്യുക. ഈത്തപ്പഴമാണെന്ന് വിചാരിച്ചിട്ട് കുറേ എടുത്തിട്ട് കഴിക്കാനൊന്നും പോകണ്ട കേട്ടോ. കുറച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഒരു ഗ്ലാസ്സിലേക്ക് 1 സ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലൊക്കെ എടുത്താൽ മതി കേട്ടോ ഒരു ദിവസം. പിന്നെ നമുക്ക് ഒരു മിക്സ് റെഡിയാക്കി വെക്കാം. ഇത് നമ്മളുടെ തരി കാച്ചുന്ന മിക്സാണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതുപോലെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇത് നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇതുപോലെ തന്നെ നോമ്പ് കഞ്ഞിയുടെ മിക്സും ഇതുപോലെ തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറേ റവയും കുറച്ച് സേമിയയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഈ നെയ്യിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് സേമിയ, കുറച്ച് റവ, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം റോസ്റ്റഡ് ആണ് കേട്ടോ. എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അന്നേരം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ജസ്റ്റ് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. വേണമെങ്കിൽ ഒരല്പം നെയ്യ് ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തരിയൊക്കെ കാച്ചുന്ന സമയത്ത് ഒരല്പം ഉപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചേരുവകളെല്ലാം ചേർക്കുന്നത്. ഒന്ന് നന്നായി തണുത്ത് വന്നതിന് ശേഷം ഒരു 3/4 കപ്പോളം പാൽപ്പൊടിയും പിന്നെ ഒരല്പം പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര വേണം തന്നെയില്ല, കുറച്ച് മാത്രം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, 1 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി തരികാച്ചിയത് റെഡിയാകും. പഞ്ചസാര പോലും ഇടണ്ട കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് അധികവും തന്നെ ഞാൻ കടയിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഉമ്മിക്കിപ്പോൾ പെട്ടെന്ന് ഞാൻ എങ്ങാനും വരാൻ താമസിച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് റവയോ അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് വേറെ ആരുടെയും ഇതില്ലാണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അധികം ഇത് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഓടി വരുമ്പോഴത്തേക്കിനും സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചത്. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ കാര്യങ്ങൾ എല്ലാം നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ പാത്രത്തിലാക്കി മാറ്റി വെക്കുന്നത്. എളുപ്പെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരേ പാത്രത്തിലാണ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. തിരക്കി പിടിച്ച് പോകണ്ടല്ലോ. പിന്നെ ഈത്തപ്പഴമൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ബ്രെഡ് എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കും. നമ്മളെ വെറുതെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനാണ് തീരെ സമയമില്ല എന്ന് തോന്നുന്നത്. ഒന്ന് ജോലിക്ക് പോകുകയോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പണിയൊക്കെ ഒതുക്കി നമ്മൾ അടുത്ത പണികളിലേക്ക് ടപ്പേന്ന് കിടക്കൂട്ട. നമ്മളെ വീട്ടിലെ കാര്യങ്ങളും അതും ഒക്കെ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവും. ചിലപ്പോൾ ഒന്നിനും സമയമില്ല ഈ വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കട്ട്ലറ്റിലേക്കും ഒരുപാട് ഐറ്റംസിലേക്ക് നമുക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുക്കുന്നതിന് പകരം ഇത് നല്ല എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മളിതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ നേരെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. തണുത്തതിന് ശേഷം വേണം കേട്ടോ കണ്ടെയ്നറിലേക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്. നന്നായി തണുത്തിട്ട് നമ്മൾ ഒന്ന് ആക്കി വയ്ക്കാം. പിന്നെ ഉള്ളി പൊളിച്ച് വയ്ക്കുക, സവാള പൊളിച്ച് വയ്ക്കുക, വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചിരണ്ടിയൊക്കെ വയ്ക്കുക. പിന്നെ നമ്മളുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് അതൊക്കെ നമ്മൾ സ്ഥിരം ഇവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇപ്പം എല്ലാം ഒരാഴ്ചത്തേക്കെന്നുള്ള കണക്കിലാണ് ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കി വെക്കുന്നത്. എന്നാലും ഒരുപാടൊന്നും സെറ്റാക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. 1 മാസത്തേക്കുള്ളൊന്നും സെറ്റാക്കാനുള്ള ഒട്ടും എനിക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ ഞായറാഴ്ച വരുമ്പോൾ പിന്നെ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കിയൊക്കെ ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് സവാള, ഉള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. തൊലിയൊക്കെ പൊളിച്ച് കഴുകിയിട്ടില്ല കേട്ടോ. തൊലിയൊക്കെ പൊളിച്ച് വെക്കുന്നതേ ഉള്ളൂ. എടുക്കുമ്പോഴേ ഞാൻ കഴുകുന്നുള്ളൂ. പിന്നെ നമ്മുടെ നോമ്പ് കഞ്ഞിക്കുള്ള മിക്സാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കവർ പൊടിയരി എടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ പാക്കറ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ 1/2 കിലോ നമ്മളുടെ പൊടിയരി എടുക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പച്ചരിയൊക്കെ എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചോറ് വെക്കുന്ന അരി, അങ്ങനെ പല അരികൾ എടുക്കുന്നവരുണ്ടാവും കേട്ടോ. നെയ്ച്ചോറ് വെക്കുന്ന അരിയൊക്കെ എടുക്കലുണ്ടാവും. ഞങ്ങളിവിടെ പൊടിയരി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറേ അധികം ഉലുവ ഇട്ടിട്ടുണ്ട്, കുറച്ച് ആശാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇത്രയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചുക്കും മാത്രം ചേർത്താണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ജീരകവും തേങ്ങയും ഉള്ളിയും കൂടെ അരച്ചും ഒഴിക്കും കേട്ടോ.
ഇതാണ് ഈ ഒരു മിക്സ് ഞാൻ ഉണ്ടാക്കി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം തപ്പിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത് അങ്ങനെ അടുക്കളയിൽ കയറലില്ല. അപ്പോൾ ഞാനും കൂടെ ഇല്ലാത്തപ്പോൾ അത് തപ്പിയെടുത്ത് നടക്കൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മയ്ക്കും കൂടെ ഒന്ന് പെട്ടെന്ന് ആവണം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ എത്തും. ഇനി ഇൻ കേസ് ഞാൻ എവിടെയെങ്കിലും താമസിച്ച് കഴിഞ്ഞാലോ വല്ല ബ്ലോക്ക് കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുന്നത്. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ കടയിൽ വന്ന് കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ അത്യാവശ്യം നല്ല തിരക്കിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ എനിക്ക് ആ ഒരു തിരക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ റംസാൻ പ്രിപ്പറേഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതാണ്. ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻസിൽ പറയാം. നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം. നമുക്ക് ഈ നോമ്പൊക്കെ നമുക്ക് ഉഷാറായിട്ട് പിടിച്ച് വീടണം, സന്തോഷമായിട്ട് തീർക്കണം. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ടാറ്റാ ബൈ.